ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കലാത്തിയാണേ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ്. ഈ പ്ലാന്റ് ആദ്യം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ഈ പ്ലാന്റ്സ് കണ്ടിട്ട് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് തൈ ആകുമ്പം തരണേന്ന്. പക്ഷേ എനിക്കിതിൽ തൈ നോക്കിയിട്ട് തൈ എങ്ങനെ നോക്കിയിട്ടും തൈ ആയി കിട്ടൂല. അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു തൈയോ 2 തൈയൊക്കെ വരുള്ളൂ. ഭയങ്കര പാടായിരുന്നേ ഈ പ്ലാന്റ്സിൽ തൈ വരാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാനൊന്ന് ഒരു പരീക്ഷണം നടത്തി. അത് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാം. സെയിൽ ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഇത് ഉപകാരമാവുക ഈ വീഡിയോ. ഇതിൻ്റെ പ്ലാന്റ്സിൽ നിന്ന് വീണ്ടും എങ്ങനെ നമുക്ക് തൈ അതിൻ്റെ ചോട്ടിൽ നിന്ന് തൈ വരണത് കൂടാതെ നമുക്ക് തൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറയാമേ. ഇത് ഷെയ്ഡിലാണ് ഈ പ്ലാന്റ്സ് വയ്ക്കാനുള്ളത്. വെയിൽ ഒരുപാട് പാടില്ല. വെയിൽ ഒരുപാടായിപ്പോയാൽ ഇല ചുരുങ്ങി കരിഞ്ഞ് ഒരു ഭംഗിയില്ലാതാവും എൻ്റെ ലീഫിന്. ഇതിങ്ങനെ തണലത്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഈ പ്ലാന്റ്സ്. നല്ല ഇതായിട്ട് നമുക്ക് വെച്ച് വളർത്താം. ഒരു പരിചരണവും ഇല്ലാതെയും ഈ പ്ലാന്റ്സ് വളരും. നമ്മൾ വല്ലപ്പോഴത്തെ വെള്ളം കൊടുത്താൽ മതി, വളം ചാണകപ്പൊടി കൊടുത്താൽ മതി. പിന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോണ പോട്ടിങ് മിക്സാണ് ഇതിനാവശ്യം. മണൽ നമ്മളെല്ലാ കടാത്തേക്കും ചെയ്യും പോലെ തന്നെ ഈ പ്ലാന്റ്സിന് ചെയ്താൽ മതിയേ. വെയിലിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഷെയ്ഡിലൊക്കെ വയ്ക്കാൻ നല്ല പുഷ്ടിയായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ NPK വളം വല്ലപ്പോഴും സ്പ്രേ ചെയ്തും ഇതിൻ്റെ ചുവട്ടിലും കൊടുത്താൽ ഇതിൽ കൂടെ നല്ല പുഷ്ടിയായിട്ട് പ്ലാന്റ്സ് നന്നായിട്ട് വളർന്ന് കിട്ടുവേ. ഈ പ്ലാന്റ്സ് അടുത്ത ഒരു പ്ലാന്റ് ആക്കി എടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എൻ്റെ ചുവട്ടിൽ തൈ പിന്നീടായപ്പം ഈ പ്ലാന്റിൽ നിന്ന് പൊട്ടി വരണുണ്ട്, കണ്ടോ, തൈകൾ വരണുണ്ട്. പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പം ഇത് പെട്ടെന്ന് നമുക്ക് വേണമെന്ന് ഉണ്ടല്ലോ, തൈ പെട്ടെന്ന് ആവണമെന്ന്. അതിന് ഞാൻ ചെയ്യണത് ഈ പ്ലാന്റ്സിൻ്റെ ഇത് കണ്ട ഈ ചുവട്, ഈ കട്ടിയുള്ള ഭാഗം കണ്ട ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഈ ഭാഗം കട്ട് ചെയ്ത് മുറിച്ച് എടുക്കണം. ഇതെടുത്തിട്ട് ഇതിനെ 2 ചുവടാക്കി നമുക്ക് നടാം. ഇത് 2 മൂടാക്കി നമുക്ക് കിട്ടും. നമുക്ക് വെറും മണ്ണിൽ ഈ പ്ലാന്റ്സിനെ വെറും മണ്ണിലൊന്ന് കവറിൽ നിറച്ചിട്ട് കുത്തി കൊടുത്താൽ മതിയേ. കണ്ട കൂട്ടുകാരെ, കണ്ട ഇതുപോലെ ഞാൻ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ്. വെറുതെ നമുക്ക് ഈ മണ്ണിലങ്ങ് കുത്തി വയ്ക്കുമ്പോൾ ഒരു കുറച്ച് നാളുകൊണ്ട് 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഈ പ്ലാന്റ്സ് വാടിപ്പോകാന്നല്ല, ഫ്രഷായിട്ട് നിന്നാൽ പിടിച്ചതെന്നാണ് അർത്ഥം. അത് നന്നായിട്ട് ആയി കിട്ടും. അങ്ങനെ കുറേ പ്ലാന്റ്സ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സെയിൽ ചെയ്യണ കൂട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഐഡിയകൾ ചെയ്താലേ പെട്ടെന്ന് ഉപകാരമാവും. കണ്ട ഇതുപോലെ വെറുതെ കുത്തി വെച്ച് കൊടുത്തതാണ്. എനിക്ക് പിന്നീടാണ് ആ മദർ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വീണ്ടും എനിക്ക് ചുവട്ടിൽ നിന്ന് കിട്ടി തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് കേട്ടാ. അത് അടിപൊളിയായിട്ട് ആയി. അപ്പോൾ എനിക്ക് കുറേ പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വെച്ചിട്ട് കട്ട് ചെയ്ത് ഷെയ്ഡിൽ തന്നെ വയ്ക്കണം. വച്ച് അത് പിടിപ്പിച്ചിട്ട് ഒന്ന് കൂടെ ഒന്ന് വെളിച്ചം കിട്ടുന്നിടത്തോട്ട് മാറ്റി വയ്ക്കാം. എന്നാലേ പ്ലാന്റ്സ് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് ലീഫിനൊരു കട്ടിയില്ലാത്തതാണ്, പെട്ടെന്നങ്ങ് ഉണങ്ങിപ്പോവും. ഈ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഉപകാരമായ മറ്റുള്ളവർക്കും കൂടെ, ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് അതും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.